JMJ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് അരിയൻ ചക്കപ്പുഴുക്ക് തയ്യാറാക്കാം. അരിയൻ ചക്കപ്പുഴുക്ക് തയ്യാറാക്കുക എന്ന് പറഞ്ഞാൽ ചക്കയൊക്കെ മഴക്കാലം ആകുമ്പോഴത്തേനും ഇതിലേക്ക് നന്നായിട്ട് വെള്ളമൊക്കെ കയറും. അത് തന്നെയല്ല, ജൂണൊക്കെ ആകുമ്പോഴത്തേനും ചക്ക നന്നായിട്ട് മൂത്തിട്ടുണ്ടാവും. അപ്പം നമ്മൾ സാധാരണ ചക്കപ്പുഴുക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് കുഴഞ്ഞു പോകും. അപ്പം അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നമ്മൾ വേവിക്കുന്നതാണ് അരിയൻ ചക്ക. ഇതൊരു പ്രത്യേക രീതിയിലാണ് നമ്മൾ തയ്യാറാക്കുന്നത്. സാധാരണ നമ്മൾ ചക്കപ്പുഴുക്ക് തയ്യാറാക്കുന്നത് പോലെയല്ല, ഇത് കട്ട് ചെയ്യുന്നത് തന്നെ ഒരു പ്രത്യേക രീതിയിലാണ്. അപ്പൊ അരിയൻ ചക്ക കട്ട് ചെയ്യുന്നത് ഇതുപോലെയാണ് കേട്ടോ. ഇതുപോലെ കനം കുറച്ച് നമ്മൾ വട്ടത്തിലാണ് സാധാരണ കീന്തി എടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ചക്കച്ചുള ചെരിച്ചു പിടിച്ച് കനം കുറച്ച് നല്ല നീളത്തിലാണ് കീന്തി എടുക്കുന്നത്. ഇത് നമ്മൾ റൗണ്ടിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ ഈ കനത്തിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഇത് പെട്ടെന്ന് കുഴഞ്ഞു വരാനാണ് നമ്മളിങ്ങനെ കട്ട് ചെയ്യുന്നത്. ഈ ചക്ക ജൂൺ മാസമൊക്കെ ആകുമ്പോഴത്തേനും ഇത് വെള്ളം കുടിച്ചു കഴിയുമ്പോഴത്തേനും ചക്കപ്പുഴുക്കുണ്ടാക്കുമ്പോൾ ഇത് കുഴഞ്ഞു പോകും. കുഴഞ്ഞുള്ള ഒരു ചക്കപ്പുഴുക്കാണ് ഞാൻ തയ്യാറാക്കുന്നത്. അരിയൻ ചക്കപ്പുഴുക്ക് എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ ഇതിന് പറയുന്നത്. അപ്പൊ ഞാൻ ഇതിനു വേണ്ടി കുറച്ച് ചക്ക ഇതുപോലെ ക്ലീൻ ചെയ്ത് റെഡിയാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിക്കാനായിട്ട് ഞാൻ ഒരു 5 ലിറ്ററിന്റെ കുക്കറിലാണ് ഇത് വേവിക്കുന്നത്. അപ്പൊ നമുക്കിത് കുക്കറിലേക്ക് പാരാം. ചക്ക കുക്കറിൽ വേവിക്കുകയാണ് കേട്ടോ ഏറ്റവും എളുപ്പം. ഞാൻ അല്ലാതെ ചക്കപ്പുഴുക്ക് ഉണ്ടാക്കുന്നതും കുക്കറിലാണ്. കുക്കറിലാണ് ഇതിൽ ആവി കയറി വരാനായിട്ടുള്ള പ്രത്യേകിച്ച് കുടഞ്ഞിടുകയോ ഒന്നും വേണ്ട. എല്ലായിടത്തും ഒരുപോലെ ആവി കയറി പെട്ടെന്ന് ഇത് വെന്ത് കിട്ടും. ഇപ്പൊ ഞാൻ ഈ കുക്കറിൽ 5 ലിറ്ററിന്റെ കുക്കറാണ്. 5 ലിറ്ററിന്റെ കുക്കറിൽ ഏകദേശം നിറയാറായി തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അരിയൻ ചക്കപ്പുഴുക്ക് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഇതിലേക്ക് തേങ്ങ ഒന്ന് അരച്ചല്ല ചേർക്കുന്നത്, തേങ്ങാപ്പാലാണ് ചേർക്കുന്നത്. ഇതിലേക്ക് ചെറിയ ഉള്ളി ഇങ്ങനെ ചെറിയ പീസായി കട്ട് ചെയ്ത് കുറച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് കീറി നമുക്ക് ഇതിലേക്ക് ചേർക്കാം. കുറച്ച് കറിവേപ്പില, ഏകദേശം 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിനാവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കാം. ഈ ഒരു ഗ്ലാസ് 130 മില്ലിലിറ്ററിന്റെ ആണ്. അപ്പൊ ഈ ഗ്ലാസ്സിന് 2 ഗ്ലാസ് തേങ്ങാപ്പാലാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. 1/4 പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ഗ്ലാസ് 1/4 പാലൂടെ ചേർക്കാം. ഇങ്ങനെ തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ മേലെ നമ്മൾ ഉപ്പ് ചേർത്തൊക്കെ ഇതിന്റെ താഴേക്ക് കൂടെ ചെല്ലും. ഇനി നമുക്ക് ഇത് അടച്ചു വെച്ച് വേവിക്കാം. ഇത് അടച്ചു വെച്ച് വേവിക്കുമ്പോൾ നമ്മൾ ഇതിലേക്ക് വിസിലിടുന്നില്ല. വിസിലിടാതെയാണ് വേവിക്കുന്നത്. സാധാരണ നമ്മൾ ചക്കപ്പുഴുക്ക് തയ്യാറാക്കുമ്പോഴും ഇങ്ങനെ വിസിലിടാതെ വേണം വേവിക്കാൻ. നമ്മളിങ്ങനെ അടച്ചു വെച്ച് നന്നായിട്ട് ആവി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യാം. അപ്പം ഞാൻ അത് എത്രയാണെന്നൊന്ന് കാണിക്കാം. ഞാൻ സ്റ്റൗവിൽ ഇത് വെച്ച് ഇതിൽ ആവി വന്ന് എത്ര നേരമാണ് വെക്കുന്നത് എന്നുള്ളത് കാണിക്കാം. നമുക്കിത് സ്റ്റൗവിൽ വെച്ച് ഫ്ലെയിം ഓൺ ആക്കാം. അരിയൻ ചക്ക പുഴുക്കുണ്ടാക്കാനായിട്ട് നമ്മളിത് സ്റ്റൗവിൽ വെച്ച് ഫുൾ ഫ്ലെയിമിൽ തന്നെ ഓണാക്കി വെക്കുക. അപ്പോൾ ഇത് മുകളിൽ ആവി വരാൻ തുടങ്ങിയിട്ടുണ്ടോ? ഞാനിങ്ങനെ കൈവച്ച് നോക്കുമ്പോൾ ആവി വരുന്നുണ്ട്. ഇത് നല്ല ഫോഴ്സിൽ ആവി വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ലോയിലേക്ക് ഇട്ട് 1 മിനിറ്റോടെ വെച്ചാൽ മതി. ഈ കുക്കറിൽ നമ്മൾ അത്രയും സമയം മതി, പെട്ടെന്ന് ഇത് തയ്യാറാകും. ഇപ്പോൾ കുറേശ്ശെ ആവി വരുന്നുണ്ട്. ഇനി നല്ല ഫോഴ്സിൽ വരട്ടെ. ഇപ്പോൾ സ്റ്റീം വരുന്നത് നല്ല ഫോഴ്സിലായിട്ട്, അതുകൊണ്ട് ഞാനിങ്ങനെ ഇത് തവി വെക്കുമ്പോൾ ഇതിലേക്ക് ഈർപ്പം ഇതിൻ്റെ വരുന്നത് നന്നായിട്ട് കാണാം. അപ്പം നന്നായിട്ട് ഫോഴ്സിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ കൈവച്ച് നോക്കത്തില്ല. നല്ല ഫോഴ്സിൽ സ്റ്റീം വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ 1 മിനിറ്റ് ഫുൾ ഫ്ലെയിമിൽ തന്നെ നല്ല ഫോഴ്സിൽ സ്റ്റീം വരാൻ അനുവദിക്കാം. ഇപ്പം ഞാൻ ഇപ്പോൾ ഇത് 1 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ലോ ഫ്ലെയിമിലേക്ക് ഇട്ടു. ലോ ഫ്ലെയിമിൽ ഇത് 1 മിനിറ്റും കൂടെ ഈ സ്റ്റീം വരട്ടെ. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെയിറ്റ് ഇടാം. 2 ഗ്ലാസ് തേങ്ങാപ്പാൽ ചക്കപ്പുഴുക്കാണെങ്കിൽ ആ ഒരളവിലുള്ള ഗ്ലാസ്സിന് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു വെച്ചാൽ കറക്റ്റാണ്. നമ്മൾ ഇതുപോലെ ഇത്രയും 1 മിനിറ്റ് ഫുൾ ഫ്ലെയിമിലും പിന്നെ 1 മിനിറ്റ് ലോ ഫ്ലെയിമിലും ഇട്ട് സ്റ്റീം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് വെയിറ്റ് ഇടുന്നത്. വെയിറ്റ് ഇട്ട് ഒരു 5 മിനിറ്റ് കൂടെ കഴിഞ്ഞാൽ കുക്കർ ഓപ്പൺ ചെയ്യാം. അതവിടെ ചക്കപ്പുഴുക്ക് നല്ല റെഡി ആയിട്ടുണ്ടാകും. ലോ ഫ്ലെയിമിൽ 1 മിനിറ്റായി. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ഈ കുക്കറിന്റെ വെയിറ്റ് ഇതിലേക്ക് ഇട്ട് വെക്കാം. ഒരു 5 മിനിറ്റ് ഈ ഒരു ചൂടിലിരിക്കുമ്പോൾ ചക്കപ്പുഴുക്ക് നല്ല പാകമായിട്ടുണ്ടാവും. അപ്പം നമ്മൾ തയ്യാറാക്കുന്നത് അരിയൻ ചക്കയാണ്. ഈ സാധാ ചക്കപ്പുഴുക്കാണെങ്കിലും നമ്മൾ കുക്കറിൽ ഇതുപോലെ തന്നെ തയ്യാറാക്കാം. ഇനി 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അരിയൻ ചക്കയുടെ കൂടെ കഴിക്കാനായിട്ട് നമ്മൾ ഒരു തേങ്ങ ചമ്മന്തിയാണ് തയ്യാറാക്കുന്നത്. തേങ്ങ ചമ്മന്തി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 1/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ ചെറുകിയതാണ്. പിന്നെ ഇതിലേക്ക് പച്ചമുളകോ കാന്താരിമുളകോ എടുക്കാം. ഞാനിവിടെ വെള്ള കാന്താരിമുളകാണ് എടുത്തിരിക്കുന്നത്. 3 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റ് ആയിട്ട് ഇത് അരച്ചെടുക്കാം. ചൂടായ പാനിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുന്നതാണ് നല്ലത്. വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കുക. 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് നന്നായിട്ട് പൊട്ടിക്കഴിയുമ്പോൾ ചുവന്ന ഉള്ളി കനം കുറച്ച് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 1 തണ്ട് കറിവേപ്പില,
ഉള്ളി ഇപ്പോൾ ചെറിയ ബ്രൗൺ ആകാൻ തുടങ്ങി. 2 വറ്റൽമുളക് 2ആയി മുറിച്ച് നമുക്ക് ഈ ഇതിലേക്ക് ചേർക്കാം. വറ്റൽമുളക് നമ്മൾ ആദ്യമേ ചേർത്ത് കഴിഞ്ഞാൽ കൂടുതൽ കരിഞ്ഞു പോകും. ഇപ്പം എല്ലാം നന്നായിട്ട് ബ്രൗൺ കളറായി. നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ഇതിലേക്ക് ചേർക്കാം. നമ്മൾ ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടെ ചേർക്കാം. ഇതിൻ്റെ സൈഡ് പതഞ്ഞു വരാൻ തുടങ്ങി. സൈഡ് പതഞ്ഞു വരുമ്പോഴത്തേനും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ചക്കപ്പുഴുക്കിനുള്ള കോക്കനട്ട് ചട്നി തയ്യാറായിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്ത് വിസിലിട്ടിട്ട് 5 മിനിറ്റായി. വിസിലെല്ലാം മാറിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു സ്പൂൺ വെച്ച് സ്പൂൺ തിരിച്ചു പിടിച്ചിട്ട് നമുക്കിത് ഇളക്കിയെടുക്കാം. നമ്മളിതിന് മഞ്ഞൾ ചേർക്കില്ല കേട്ടോ, കാരണം നന്നായിട്ട് മൂത്ത ചക്ക വെച്ച് നമ്മൾ അരിയൻ ചക്ക ഉണ്ടാക്കുകയുള്ളൂ. അപ്പോൾ അത് നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് കുഴച്ചെടുക്കുക മാത്രമേ ഉള്ളൂ. ആ ചക്കയുടെ നിറം തന്നെയുണ്ട് ഒരു ചെറിയ മഞ്ഞ കളർ. അല്ലാതെ നമ്മളിതിന് മഞ്ഞൾ പ്രത്യേകിച്ച് ചേർക്കില്ല. നമ്മളിങ്ങനെ ഇളക്കി യോജിപ്പിച്ചെടുക്കുമ്പോഴത്തേന് ഈ ചക്ക നന്നായിട്ട് കുഴഞ്ഞു വരും. അങ്ങനെ ഇച്ചിരി വെന്ത് കുഴയണം. നമ്മൾ സാധാരണ ചക്കപ്പുഴുക്ക് ഉണ്ടാക്കുമ്പോൾ അത്രയും കുഴയാതെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഈ അരിയൻ ചക്കയ്ക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുപോലെ നല്ല കുഴച്ചെടുക്കണം. ചമ്മന്തിയുടെ കൂട്ടത്തിലാണ് ഇത് ഏറ്റവും നല്ലത്. ചമ്മന്തി അല്ലെങ്കിൽ നമ്മൾ അരിയൻ ചക്കയുടെ കൂട്ടത്തിൽ തേങ്ങാപ്പാൽ ചേർത്ത കോഴിക്കറി ഉപയോഗിക്കാറുണ്ട്. അത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് നമ്മൾ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടോടെ തന്നെ സെർവ് ചെയ്യണം. ഈ അരിയൻ ചക്കപ്പുഴുക്ക് നമ്മൾ കഴിക്കുന്നത് ചൂടോടെയാണ്. നമുക്ക് ചൂടോടെ സെർവ് ചെയ്യും. അപ്പം നമ്മളിതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട്. ഇത് സെർവ് ചെയ്യുന്നത് ചട്നി ഒഴിക്കാനായിട്ട് ഇതിന് നടുക്ക് ഇങ്ങനെ ചെറിയൊരു കുഴി പോലെ ഉണ്ടാകും. എന്നിട്ടാണ് ഇതിലേക്ക് ചട്നി ഒഴിക്കുന്നത്. നമ്മളിങ്ങനെ ഒരു സൈഡിലേക്ക് ഇതിങ്ങനെ മാറ്റി വെക്കാം. ഇങ്ങനെ കേട്ടോ, നല്ല ചൂട് ചക്കപ്പുഴുക്ക് മഴയത്ത് ഇങ്ങനെ കഴിക്കണം. നല്ല ചൂട് ചട്നിയൊക്കെ ഉപയോഗിച്ച് ചൂട് അരിയൻ ചക്കപ്പുഴുക്ക് കഴിക്കാൻ വളരെ നല്ലതാണ്. അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് ചട്നിയും കൂടെ ഒഴിക്കുകയാണ്. കാണുമ്പോഴേ കഴിക്കാൻ തോന്നില്ലേ? ഇങ്ങനെയാണ് നമ്മൾ അരിയൻ ചക്കപ്പുഴുക്ക് കഴിക്കുന്നത്. ഇനി നമ്മൾ സൈഡിൽ നിന്ന് എടുത്തങ്ങ് കഴിക്കുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾ തീർച്ചയായും ഇതുപോലെ അരിയൻ ചക്കപ്പുഴുക്ക് റെഡിയാക്കി നോക്കണം. ചമ്മന്തിയുടെ കൂട്ടത്തിൽ വളരെ നല്ലതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായി നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അടുത്തൊരു വീഡിയോയുമായി ഉടനെ കാണാം.